ഞാൻ ഇന്നലെ എൻ്റെ തോട്ടത്തിലെ ഒരു ചേച്ചിയുണ്ട്, പാവം ചേച്ചിയാണ്. അപ്പോൾ അവർക്കൊരു പശുവിനെ വാങ്ങണം എന്നുള്ള ആഗ്രഹത്തിൽ അവർ ഈ ഓൺലൈനിൽ വന്ന ലോണിന് വേണ്ടി അപേക്ഷിച്ചു. അപ്പോൾ അവർക്ക് 2 ലക്ഷം ലോൺ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഇതിൻ്റെ അപ്പുറം ചതിയന്മാരായ ആളുകൾ ഇവരെന്തോ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി OTP ഒക്കെ അയച്ച് ഇവരോട് പറഞ്ഞു 2 ലക്ഷം രൂപ നിങ്ങൾക്ക് ലോണ് പാസ്സായിട്ടുണ്ട്, പക്ഷേ 50,000 രൂപ ഇട്ടാലാണ് അക്കൗണ്ടോ ചാലോ ആവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അവിടുന്ന് ഇവിടുന്നൊക്കെ 5-6 ആളിൽ നിന്ന് കടം വാങ്ങി ആകെ ഒരു അരമണിക്കൂറിനല്ലേ എന്ന് ചോദിച്ചാൽ 50,000 രൂപ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു. പിന്നെ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല, ഇവരെ യാതൊരു വിവരവുമില്ല. അങ്ങനെ ഉണ്ട് കരഞ്ഞുകൊണ്ട് അവർ എന്നെ വിളിക്കുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ 2 ലക്ഷം കിട്ടില്ല, അവർ 50,000 രൂപ. ശരിക്കും അവർ 50,000 എന്ന് പറഞ്ഞാൽ അവർ 6 മാസം വെറുതെ പണിയെടുക്കണം. ഇപ്പം ഇത്രയും നീചമായ പ്രവൃത്തി ചെയ്യുന്നവർ കേൾക്കുന്നവരുണ്ടെങ്കിൽ മനസ്സിലാവും സാധാരണക്കാരൻ്റെ പൈസ ഒരു വിലയില്ലാതെ ഇങ്ങനെ പറ്റിച്ചു പോയത്. അപ്പോൾ ഞാൻ എൻ്റെ അറിയുന്ന ഒരാളെ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞപ്പം ഈ നമ്പർ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യണം. 1930 പെട്ടെന്ന് വിളിച്ച് രജിസ്റ്റർ ചെയ്താൽ കുറേയൊക്കെ ചിലപ്പോൾ പോയ പൈസ തിരിച്ചു കിട്ടും എന്നാണ് പറഞ്ഞത്. ഇവർ ഈ സ്റ്റേഷനിൽ പോയപ്പോൾ പറയുന്ന ഒരു കാര്യം തരോ, വയനാട് കൽപ്പറ്റയിലാണ് 5 സ്ത്രീകളായിട്ട് ഇതേമാതിരി പറ്റിച്ചിട്ട് അന്ന് തന്നെ കൽപ്പറ്റയിൽ വന്നിട്ടുണ്ട് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ. അപ്പോൾ എത്ര കോടി രൂപയായിരിക്കും ഇത്ര ആളുകളെ പറ്റിച്ചു പോകുന്നത്? ഇതിനെന്തെങ്കിലും ഒരു ശക്തമായ സംവിധാനം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇവിടുത്തെ സാധുക്കളായ ആളുകൾ ഇനിയും പറ്റിക്കപ്പെടും. ഇത് ഒരു സമൂഹത്തിലെ വിപത്താണ്. നമ്മളെ ഫോണുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ഇത്തരം കഴുകന്മാരെ കയ്യിൽ പെട്ടുപോയാൽ സാധാരണക്കാരന്റെ പൈസ പോയില്ലേ. ആ സ്ത്രീ എന്നിട്ട് ആ ഒരു പാവ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ആ കണ്ണീര് പറ്റിയിട്ടില്ല. ഇത് നമ്മളെ സമൂഹത്തിലുള്ള ഒരു പ്രധാന വിപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്.